ശിവന്റെ മുഖത്തോക്കി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അഞ്ജലി പിന്നെ അവന്റെ പുറകെ പോവില്ല. പക്ഷെ അവൻ പറയണം. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി എഴുന്നേറ്റു. അവൾ അടുത്തുള്ള ചെറിയൊരു കടയിൽ പോയി വെള്ളം വാങ്ങി. അവൾ തിരിച്ചു വരുമ്പോഴാണ് ഗൗതമിന്റെ ഫോൺ റിങ് ചെയ്തത്. അറിയാത്ത നമ്പർ കണ്ട് അവൻ സംശയത്തോടെ എടുത്തു. ഡാനിയാണെന്നറിഞ്ഞതും ഗൗതം കുറച്ച് മാറിയെന്ന് ഡാനിയോട് എല്ലാം പറഞ്ഞു. ഗൗതം ഫോൺ കെട്ടായിരുന്നു. വീണ്ടും അഞ്ജലിയുടെ അടുത്ത് വന്നിരുന്നു. ഡീ, അവൻ വന്നില്ലെങ്കിലോ? നീ ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാൻ? അങ്കിൾ വിളിച്ചാൽ എന്തു പറയും? പപ്പയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളൂ. ശിവരാതെ ഞാൻ വരില്ല. അഞ്ജലി തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. നട്ടുച്ച വെയിലിൽ അവൾ വാടിയതുപോലെ തോന്നി ഗൗതമിന്. അവളെയും കൂട്ടി എന്തെങ്കിലും കഴിക്കാൻ പോകുന്നെങ്കിലും അവൾ വന്നില്ല. നിന്റെ പ്രണയത്തിന് വെയിൽ കൊള്ളുന്ന പട്ടിയെടുക്കുന്ന ഞാനാ. നിന്നെ ആരും കൊണ്ട് ക്ഷണിച്ചില്ലല്ലോ. ആ, എനിക്കിത് കേൾക്കണേണ്ടി. ഒറ്റയ്ക്കിരുന്ന് വെയിലുണ്ടെന്ന് കയറി കമ്പനിന്ന് എനിക്കെന്നത് കിട്ടണം. അഞ്ജലി അവനെ കൈ പിടിച്ച് അവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവരുടെ സൗഹൃദത്തിന്റെ മറ്റൊരു മുഖം കൂടിയായിരുന്നത്. എന്തിനും കൂടെ നിൽക്കുന്ന ഗൗതം. അവളുടെ ഇഷ്ടത്തിന് വേണ്ടി അവൻ എന്തിനും തയ്യാറായിരുന്നു. കൂടപ്പിറപ്പിന്റെ സ്നേഹത്തേക്കാൾ അവർ സ്നേഹിച്ച ഒരു സുഹൃത്തുക്കളെ പോലെയാണ്. നീ പോത്തെ, ഞാൻ വല്ലവളെയും വളക്ക ഇതുപോലെ വെയിലത്തിരിക്കുമ്പോ നീയും കൂടെ വരണം കേട്ടോ. ഇല്ലെങ്കിലുണ്ടല്ലോ. അയ്യടാ, അങ്ങനെ ആ പൂപ്പ പെണ്ണിനെ നീ നോക്കണ്ട. നിനക്കൊരു അടാറായിട്ട് എവിടെയോ കാത്തിരിപ്പുണ്ട്. അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി ഗൗതം അവളോട് ഓരോ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഓരോ തമാശയിൽ ചിരിക്കുമ്പോഴും അഞ്ജലിയുടെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. ശിവയെ ഓർത്ത്. അവൻ വരുമോ എന്നോർത്ത്. രാത്രിയായിട്ടും ശിവ പുറത്തു പോകുന്നില്ലെന്ന് കണ്ടതും ഡാനിക്ക് ദേഷ്യം വന്നു. അവൻ ഡ്രസ്സ് മാറ്റി ശിവയുടെ അടുത്ത് പോയി. ആ പെണ്ണ് ഇത്രയും സമയം നിനക്ക് വേണ്ടിയാ കാത്തുന്നു. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് പോയി പറയണം. എന്നവള് പോവില്ലേ? ശിവ മറുപടി ഒന്നും പറയാതെ മുഖത്ത് കൈവച്ച് കസേരയിൽ ചാരി ഇരിക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ അഞ്ജലിയുടെ മുഖവും ഒപ്പം അവളുടെ വാക്കുകളും മാത്രമായിരുന്നു. അവളെ തള്ളിയപ്പോൾ നിറഞ്ഞ അവളുടെ കണ്ണുകൾ ഓർക്കും തോറും അവന്റെ നെഞ്ച് നീറി. ഇനി ഇവിടെ ഒന്നറി, ഞാനെന്തെങ്കിലും ചെയ്യും. ഞാൻ പോവാ. അത്രയും പറഞ്ഞ് ഡാനി ഇറങ്ങി. അവൻ പോയത് ശിവ എഴുന്നേറ്റ് പുറത്തുപോയി നിന്നു. അവൻ സിഗരറ്റ് എടുത്ത് വലിച്ചു. എത്ര വലിച്ചിട്ടും മതി വരാതെ ഒന്ന് കഴിഞ്ഞത് അടുത്തെടുത്ത് വലിച്ചു. ഒടുവിൽ സിഗരറ്റ് കുറ്റി ദേഷ്യത്തോടെ നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അവൻ പടികളിറങ്ങി. അഞ്ജലിയെയും ഗൗതമിനെയും കണ്ട് ഡാനി ജീപ്പ് നിർത്തി അവരുടെ അടുത്തേക്ക് ചെന്നു. ഡാനി കണ്ടതും അഞ്ജലി പിറകിലേക്ക് നോക്കി. അത് മനസ്സിലായതും ഡാനി ഇല്ലെന്ന് തലയാട്ടി. അഞ്ജലി സങ്കടത്തോടെ മുഖം കുനിച്ചു. ഡാനി ഗൗതമിനെ വിളിച്ച് മാറിയുന്നു. നീ അവളെയും വിളിച്ച് പോവാൻ നോക്കൂ. അവൻ വരില്ല. ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ട. ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്നത്. എന്താ ഇനി ചെയ്യാ? ശിവയാണ് ഈ കട്ട കലിപ്പായിട്ട് ഇരിക്കുക. അവൻ വന്ന് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്നു പറയണം എന്നാ അവൾ പറയുന്നത്. അതിനകത്തേണ്ടി അത് പറയില്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ അവൻ അപ്പോഴേ അത് അവളോട് പറയില്ലേ? ഗൗതമും ഡാനി സംസാരിച്ചിരിക്കുമ്പോഴാണ് അഞ്ജലി ഓടിപ്പോകുന്ന ഡാനി കണ്ടത്. അവൻ ഗൗതമിനെ അത് കാണിച്ചത് അഞ്ജലി ഓടി ശിവയെ കെട്ടിപ്പിടിച്ചിരുന്നു. അവനെ ചുറ്റി വരിഞ്ഞ അഞ്ജലി. അവളൊന്ന് തൊടുപോലും ചെയ്യാതെ ശിവ അതേ നീട്ടു നിന്നു. അവളെ ചേർത്ത് പിടിക്കാൻ കുതിക്കുന്ന മനസ്സോടെ. മുഷ്ടിയുട്ടി ശിവ അതേ നീട്ടു നിൽക്കുകയാണ്. ശിവയെ കണ്ട സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിച്ചതായിരുന്നു അഞ്ജലി. അവളുടെ കണ്ണിലെ നനവ് അവന്റെ ഷർട്ടിൽ പടർന്നിരുന്നു. ഇതെല്ലാം കണ്ട് ഡാനി ഗൗതം നോക്കി നിന്നു. രാത്രി ആയതുകൊണ്ട് ആളുകൾ കുറവായിരുന്നു. എങ്കിലും ആളുകളെല്ലാം അവരെ നോക്കി. ബോധം വന്നു അഞ്ജലി വേഗം അവനിൽ നടന്നു മാറി. കണ്ണു തുടച്ചുകൊണ്ട് അവൾ ശിവയെ നോക്കി. ശിവ ദൂരേക്ക് നോട്ടം വായിച്ച് നിൽക്കുകയായിരുന്നു. ഇതിലെ തെറ്റോ ശരിയോ നല്ലതോ ചീത്തയോ ഒന്നും എനിക്കറിയില്ല. വരാൻ പോകുന്ന പ്രശ്നങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എന്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ആഗ്രഹിക്കുന്ന ഇത് തന്നെ. ഐ ലവ് യു ശിവ. അഞ്ജലി പറഞ്ഞിരുന്നു. ശിവ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. അഞ്ജലി പേടിയോടെ അവനെ നോക്കി. അത് കണ്ടതും ഡാനിയും ഗൗതം അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ വരുന്ന കണ്ടതും ശിവ കൈയുയർത്തി അവരെ തടഞ്ഞു. ശിവയെ പേടിച്ച് പിന്നെ അവർ അനങ്ങിയില്ല. ഗൗതം അഞ്ജലിയെ ദയനീയമായി നോക്കി. നിന്റെ താന്തോരത്തരെ കണ്ടുപിടിച്ച് തന്നിട്ടില്ലേ നിനക്ക് പ്രേമിക്കാൻ? അടുത്ത മാസം അവന്റെ ഭാര്യ അവന്റെ പെണ്ണല്ലേ നീ? പ്രേമം പോലും നിന്റെ പുറകെ ഒളിപ്പിച്ചടക്കം ഒരുപാട് പേരുണ്ടാവും. ആ കൂട്ടത്തിൽ ശിവയെ കൂട്ടണ്ട. മര്യാദക്ക് പോയിക്കോ. ഇനി എന്റെ കൺവെട്ടത് കണ്ടുപോകരുത്. അവളെ പുറകിലേക്ക് തള്ളി ശിവ തിരിഞ്ഞു. അഞ്ജലി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഗൗതം അഞ്ജലിയുടെ അടുത്ത് വന്ന് നിന്നു. അഞ്ജു, നമുക്ക് പോ. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. എന്നെ കൊന്നാൽ ഇതിന് മറുപടി ഇട്ടാൽ ഞാൻ വരില്ല ഗൗതം. എന്നോടൊരു തരി സ്നേഹം പോലും ഇല്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയട്ടെ. അഞ്ജലി കുറച്ച് ഉറക്കെയാണ് പറഞ്ഞു. അത് കേട്ടതും വീണ്ടും ശിവയുടെ മുഖം ചുവന്നു. അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് ഡാനി ശിവയെ നോക്കി ചിരിച്ചു. ശിവ വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് അടുത്തു. ഗൗതമന്റെ മുമ്പിലേക്ക് കയറി നിന്നു. പ്ലീസ്, അവളിനി ഉപദ്രവിക്കരുത്. തല മാത്രം വലിയ തെറ്റൊന്നും അവൾ ചെയ്തിട്ടില്ലല്ലോ. ശിവയുടെ മിഴികൾ പാഞ്ഞത് അഞ്ജലിയുടെ നേരെയായിരുന്നു. അഞ്ജലി ഒട്ടും പതറാതെ അവൻ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ശിവ ഗൗതമിന് മാറ്റി അഞ്ജലിയുടെ അടുത്ത് പോയി നിന്നു. എന്താ നിനക്ക് വേണ്ടത്? നിന്നോടല്ലടി ഞാൻ ഇത്രയും നേരം. ഇഷ്ടമല്ലെങ്കിൽ അത് പറ. അഞ്ജലിയുടെ മറുപടി അവളുടെ മിഴികളും അവന്റെ ഹൃദയത്തിൽ ചെന്ന് കൊണ്ടു. അവൾക്ക് മുമ്പിൽ പതറിതെന്ന് ശിവ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളിൽ നിന്ന് മുഖം തിരിച്ച് ശിവ ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു. അവന്റെ മുന്നിലേക്ക് ഡാനി കയറിയിരുന്നു. നീ ഇപ്പോഴും അവൾക്കൊരു മറുപടി കൊടുത്തില്ല. ഡാനിയെ രൂക്ഷമായി നോക്കി ശിവ ബൈക്കിൽ കയറിയിരുന്നു. അഞ്ജലി ചിരിച്ചുകൊണ്ട് ഗൗതമിനെ നോക്കി. ശിവ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അഞ്ജലി അവന്റെ അടുത്തേക്ക് വന്നു.
ഏയ് റൗഡി! ശിവ അവളുടെ വരവേണ്ടതും അവൾ നോക്കാൻ മുന്നിലേക്ക് നോക്കി. അഞ്ജലി അവന്റെ അടുത്ത് വന്നു. ഇനി താൻ പറയണ്ട, എനിക്ക് കിട്ടി. പുഞ്ചിരിയാൽ അഞ്ജലി പറഞ്ഞു. ശിവ അവളെ പുരുകേർത്ത് നോക്കി. എന്റെ മുഖത്തോക്ക് ഇഷ്ടമെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, തനിക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടമെങ്കിലും ഉണ്ട്. അത് മതി എനിക്ക്. ഇനി പറയണമെന്നില്ല, ഇത്രയും മതി. അഞ്ജലി അത്രയും പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെ അടുത്ത് പോയി. അവനോട് പോവാമെന്ന് പറഞ്ഞു അവന്റെ കൂടെ കാറിന്റെ അടുത്തേക്ക് നടന്നു. ശിവ അവളെ തന്നെ നോക്കി ബൈക്കിൽ ഇരിക്കുകയായിരുന്നു. അഞ്ജലി പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ നിന്നു. പിന്നെ തിരിച്ച് ശിവയുടെ അരികിലേക്ക് തന്നെ നടന്നു. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഇന്നാണ്. കൂട്ടിലിട്ടോളം എന്റെ മനസ്സ് പുറത്തു വന്ന് ഇന്നാണ്. അതെന്നെ തട്ടിക്കൊണ്ടുപോയതിന് താങ്ക്സ്. അല്ലെങ്കിൽ ഈ റൗഡിയെ ഞാൻ കാണില്ല. അഞ്ജലി പറയുന്നില്ല കേട്ട് ശിവ യാതൊരു പ്രതികരണമില്ലാതിരുന്നു. പെട്ടെന്നാണ് അഞ്ജലി കുനിഞ്ഞുകൊണ്ട് ശിവയുടെ കവിൽ ഉമ്മ വെച്ച്. ശിവ ഞെട്ടി. ഒപ്പം ഗൗതമും ഡാനിയും ഞെട്ടി. ഐ ലവ് യു. എന്നെ തല്ലി ഈ കവിൽ തന്നെ എന്റെ റൗഡിയെ കൊണ്ട് ഞാൻ കിസ് ചെയ്യിപ്പിക്കും. ഇനി അങ്ങോട്ട് ഈ റൗഡി ഈ അഞ്ജലിയുടേതാ. അത്രയും പറഞ്ഞ് അഞ്ജലി ഗൗതമിന്റെ അടുത്തേക്ക് പോയി. അന്തം വിട്ട് നിൽക്കുന്ന ഗൗതമിനെ പിടിച്ച് അവൾ കാറിൽ കയറി. അവൾ പോയിട്ടും ശിവ ഇറങ്ങിയില്ല. ഡാനി ചിരിയടക്കി അവനെ നോക്കി. ആ ലിപ്സ്റ്റിക്ക് തുടച്ചറിഞ്ഞ് വരാൻ നോക്ക്. ഡാനി അതും പറഞ്ഞുകൊണ്ട് ജീപ്പ് എടുത്ത് പോയി. ശിവ ബൈക്കിൽ നിന്നിറങ്ങി കടലിൽ ലക്ഷ്യമിച്ച് നടന്നു. കടൽ കാറ്റേറ്റ് അവൻ ആ മണൽപ്പരപ്പിൽ കിടന്നു. മൂടിക്കെട്ടിയ ആകാശം പോലെ അവന്റെ മനസ്സിൽ സംഘർഷം നിറഞ്ഞതായിരുന്നു. പതിയെ കൈകൾ ഉയർത്തി അവൻ കവിളിൽ തൊട്ടു. അവളുടെ ചുണ്ടിന്റെ ചൂട് ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നി. അറിയാതെ ചുണ്ടുകൾ വിടർന്നെങ്കിലും അടുത്ത നിമിഷം അത് മാഞ്ഞു. കണ്ണിൽ ചുവപ്പ് പടർന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടെ അവൻ എഴുന്നേറ്റ് നടന്നു. ശിവയുടെ ബനിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അഞ്ജലി. അത്രയും നേരത്തെ ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടയുന്നുണ്ടെങ്കിലും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ശിവയുടെ രൂപം അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. അവന്റെ ഓർമ്മകളെ തലോടി അവന്റെ ബനി നിറുക്കിപ്പിടിച്ച് അഞ്ജലി ഉറങ്ങി. ആ പെണ്ണിന്റെ മനസ്സ് കാണാതെ ദൂരെ അവൻ ഉറങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഗൗതം ഹോസ്റ്റലിലേക്ക് പോയി. അഞ്ജലിയോട് കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് രമേശ് ബാംഗ്ലൂരിലേക്ക് പോയി. ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. അയാൾ പോയത് ആശ്വാസമായത് ശാലിനിക്കായിരുന്നു. അവൾക്ക് അത്രയും പേടിയായിരുന്നു. രമേശ് പോയതും അഞ്ജലി ശിവയെ കാണാൻ വേണ്ടി രാധയോട് കള്ളം പറഞ്ഞ് പുറത്തിറങ്ങി. സ്കൂട്ടിയിലായിരുന്നു അവൾ പോയത്. നേരെ കോളനിയിലേക്ക് പോയി. സമയം ഉച്ചയോട് അടുത്തായിരുന്നു. അഞ്ജലി നേരെ ലക്ഷ്മിയുടെ അടുത്തേക്കാണ് പോയത്. അമ്മ സ്കൂളിൽ പോയിരുന്നു. കുറച്ച് സമയം അവരുടെ കൂടെ സംസാരിച്ച് അഞ്ജലി പതിയെ മുകളിലേക്ക് കയറി. അവൾക്ക് പേടിയുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ മുകളിൽ ശിവയെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. വാതിൽ തുറന്നെടുക്കുന്ന അഞ്ജലി അകത്തേക്ക് നോക്കി. ആരെയും കാണാതെ വന്നു അവൾ അകത്ത് കയറി. അവൾ കിടന്നിരുന്ന മുറിയിലേക്ക് മിഴികൾ പാഞ്ഞതും മനസ്സിൽ ഓർമ്മകൾ നിറഞ്ഞുകൂടി. ഒരു പുഞ്ചിരിയോടെ അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് ശിവ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നത്. പെട്ടെന്നായതുകൊണ്ട് തന്നെ അഞ്ജലി ഞെട്ടി. ഒട്ടും പ്രതീക്ഷിക്കാതെ അഞ്ജലിയെ കണ്ട ഭാവം ശിവയിലും ഉണ്ടായിരുന്നു. ആ ഭാവം ദേഷ്യമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. നിന്നോട് ആരടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞിട്ട് വേണം എന്റെ ചെക്കനെ എനിക്ക് കാണാൻ വരാൻ. ഇറങ്ങി പൊക്ക ഈ നിമിഷം. ഇല്ല, ഞാൻ അങ്ങനെ ചുമ്മാ പോയില്ല. ഈ പുല്ലേ, നിനക്ക് ഇന്നലെ കിട്ടിയൊന്നും പോരെ? എന്റെ കൈയുടെ ചൂട് നീ അറിയും. ആ ചൂട് ഞാൻ അറിഞ്ഞല്ലേ. കല്യാണം കഴിഞ്ഞ് എന്തായാലും എനിക്ക് രണ്ടെണ്ണം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അതിൽ നിന്നൊന്ന് ഞാൻ അങ്ങ് കുറച്ചു. അതത്രേ ഉള്ളൂ. അഞ്ജലിയുടെ സംസാരം ശിവയെ കൂടുതൽ ദേഷ്യം കൊള്ളിച്ചു. അവൻ ഷർട്ട് എടുത്തിട്ട് പുറത്തു പോകാൻ നിന്നു. അഞ്ജലി വാതിലടച്ച് അവന്റെ മുമ്പിലേക്ക് കയറി നിന്നു. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോ നീ അന്ന് ഞാൻ ഇവിടുന്ന് ഓടിപ്പോയില്ലേ? അന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്ന പോലും ഇത്രയും ദേഷ്യമില്ലായിരുന്നല്ലോ. അതെന്താ? തുറക്കടി. അലറണ്ട, തുറക്കാം. ഞാൻ ചുമ്മാ കാണാൻ വന്ന എന്റെ റൗഡിയെ. നിനക്ക് കാണാനൊരു അമേരിക്കൻ സായിപ്പുണ്ടല്ലോ, അവന്റെ മോന്ത പോയി കണ്ടോ? അവനെ ഇത്ര ഗ്ലാമർ ഇല്ല. അവളുടെ സംസാരം കേട്ട് ശിവ ദേഷ്യത്തിൽ അവൾ വാതിൽ നിന്ന് പിടിച്ചു കളിയുന്നു. അഞ്ജലി ചുമരിലിടിച്ച് താഴെ വീണു. കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലെങ്കിലും അവസരം മുതലാക്കാൻ വേണ്ടി അവൾ കരഞ്ഞു. ഉറക്കെ കരഞ്ഞതും ശിവ അവളുടെ അടുത്ത് വന്ന് നിന്നു. അഞ്ജലി കൈയൊഴിഞ്ഞോണ്ട് വീണ്ടും കരയാൻ തുടങ്ങി. വെറുതെ അഭിനയിക്കേണ്ട, നിനക്ക് വേദനയില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ? എന്റെ വേദന എനിക്കറിയൂ. അഞ്ജലി കൈ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു. കൈ വേദനിച്ചില്ലെങ്കിലും അവൾ സങ്കടം തോന്നിയ ശിവയുടെ പെരുമാറ്റമാണ്. അവന് നോക്കുപോലും ചെയ്യാത്ത അവളുടെ മനസ്സിലൊരു നോവായി. ആരും ഒന്ന് സഹായം ചോദിച്ചാലും ചെയ്യില്ല. എന്നെ മനസ്സൊന്ന് കണ്ടൂടെ? നിറഞ്ഞ മിഴികളോട് അഞ്ജലി ചോദിച്ചത് ശിവയുടെ ഹൃദയം പിടഞ്ഞു. അവന് കുറ്റബോധം തോന്നി. അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു. അഞ്ജലി കണ്ടുടച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പോവാ. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി പോകാൻ വേണ്ടി വാതിൽ തുറന്നു. ശിവ അവളുടെ കയ്യിൽ പിടിച്ചു. അഞ്ജലി ഞെട്ടിത്തിരിഞ്ഞ് ശിവയെ നോക്കി. ശിവ തിരിഞ്ഞേനെ നിൽക്കുകയായിരുന്നു. പക്ഷെ അവന്റെ പിടി അവളുടെ കൈകളിൽ മുറുകി. അഞ്ജലിക്ക് ആ സമയം സന്തോഷം തോന്നി. അവൾ ശിവയെ തന്നെ നോക്കി. ഇനി എന്നെ കാണാൻ വരരുത്. ഇതൊക്കെ നിന്റെ മനസ്സിൽ ഈ പ്രായത്തിൽ തോന്നുന്നതാണ്. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. ഇവിടെ വന്നുപോയി ആരെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അത് കാരണം നിന്റെ ജീവിതം നശിക്കും. ശിവയുടെ കൂടെയുള്ളവരെല്ലാം ഒരേ കണ്ണോടെ കാണുന്ന സമൂഹമാണ്. നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നു. ഇനി ഇങ്ങോട്ട് വരരുത്. ഇതെല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. അഞ്ജലിയുടെ വാക്കിൽ കേട്ട് ശിവ തിരിഞ്ഞു. അവളുടെ കയ്യിൽ നിന്നുള്ള പിടിവിട്ടു. അവന്റെ മിഴികളിലെ ചുവപ്പിൽ അവളൊന്ന് പകച്ചു.
നീയൊക്കെ കാശിന് മുകളിൽ ജനിച്ചതാ. നിനക്ക് വാശി പിടിച്ചാൽ കിട്ടുന്ന പലതും ഉണ്ടാവും ഈ ലോകത്ത്. പക്ഷേ ശിവ അങ്ങനെയല്ല. അഴുക്ക് നിറഞ്ഞ കുപ്പത്തൊട്ടിൽ കിടന്ന ഈ ലോകത്ത് സ്വന്തം എന്ന് പറയാൻ ഒരു പുഴുക്കടി പോലും ഇല്ലാത്തവൻ. ഇതെല്ലാം പറയുന്നത് നിന്റെ നന്മയെ കരുതിയാ. ആരുമല്ലാത്ത എന്റെ നന്മന്തിനെ നീ നോക്കുന്നത്. ഇവിടെ വന്ന് എനിക്ക് എന്ത് ചീത്തപ്പേര് വന്നാലും അത് കാരണം എന്റെ ജീവിതം തകർന്നാലും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. കാരണം അപ്പൊ നീ എന്റെ കൂടെ ഉണ്ടാവും. അവന്റെ മിഴികളിൽ നോക്കി വീരോട് അഞ്ജലി പറയുമ്പോൾ ശിവ ശരിക്കും തരിച്ചുപോയി. സ്നേഹത്തിന്റെ ഒരു അടയാളം പോലും അവൾക്ക് നൽകാഞ്ഞിട്ട് പോലും അവൾ തന്നെ വിശ്വസിക്കുന്നുണ്ട്. അവൻ ആശ്ചര്യപ്പെട്ടു. അഞ്ജലി ശിവയോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. എന്റെ കഴുത്തിലൊരു താരി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ റൗഡിയുടെ കൈകൊണ്ടായിരിക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ ആ താരി വീഴുന്ന നിമിഷം അഞ്ജലി ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ട് ശിവ അതേ നിൽപ്പു നിന്നു. അവളുടെ വാക്കുകളുടെ തീവ്രതയിൽ അവൻ തരിച്ചുപോയിരുന്നു. അഞ്ജലി താഴേക്കിറങ്ങുമ്പോഴാണ് ഡാനി വരുന്നവൾ കണ്ടത്. അവനെ കണ്ടതും അവൾക്കൊരു കുസൃതി തോന്നി. ഡാനി പടികൾ കയറാൻ തുടങ്ങിയപ്പോഴാണ് അഞ്ജലി അവൻ കണ്ടത്. അവളെ കണ്ടതും ഡാനി അമ്പരക്കുകയും ഒപ്പം ചിരിക്കുകയും ചെയ്തു. എന്നാൽ അഞ്ജലി നാണാഭിനയിച്ചുകൊണ്ട് ഷാളുകൊണ്ട് ചുണ്ടുപൊത്തി പടികൾ ഇറങ്ങിപ്പോയി. ഡാനി അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി. അഞ്ജലി പോയതും ഡാനി മുകളിലേക്ക് ഓടിക്കയറി നേരെ ശിവയുടെ അടുത്തേക്ക് വന്നു. ശിവയുടെ നിൽപ്പൂടെ കണ്ടതോടെ അവൻ കാര്യങ്ങൾ ഊഹിച്ചെടുത്തു. പിന്നെ കള്ളച്ചിരിയോടെ ശിവയുടെ അടുത്തേക്ക് വന്നു. ഡാ കള്ള, കിസ് അടിച്ചു അല്ലേ? ഓടാ പന്നി, അവന്റെ ഒരു കിസ്. അവനെ തള്ളിമാരി ശിവ ഇറങ്ങിപ്പോയി. ഡാനി കസേരയിലേക്ക് വീണ് അന്തം വിട്ടു. അവള് പിടിച്ച് ഉമ്മച്ചിന് എന്നോട് തന്നെ ദേഷ്യം. അവന്റെ ഒക്കെ ഒരു യോഗം. ചോദിക്കാൻ പോലും നിൽക്കാതെ ഉമ്മ കൊടുക്കാൻ ആളായി. ഞാനിങ്ങനെ പോരാറിന് നിൽക്കത്തേ ഉള്ളൂ, അവൻ മനസ്സിൽ പറഞ്ഞു. അന്നേരമാണ് അവിടേക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാൾ വന്ന്. ഡാനി, ശിവയുടെ ചെല്ലാൻ പറഞ്ഞു, ഒരു വർക്കുണ്ടെന്ന്. ആ ദേ വരുന്നു. അവന്റെ കൂടെ ഡാനി ഇറങ്ങിപ്പോയി. ഒരു കമ്പനിയുടെ സ്ഥലം കയ്യേറ്റം ചെയ്ത ഗുണ്ടകളെ ഒഴിപ്പിക്കാനായിരുന്നു അവർ പോയത്. അടിയും പിടിയും വഴക്കെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു വന്ന രാത്രിയായിരുന്നു. അവരുടെ സ്ഥിരം സ്ഥലത്തിരുന്ന് മദ്യപിക്കുമ്പോഴാണ് ശിവ മാത്രം ഒഴിഞ്ഞു മാറിക്കുന്ന ഡാനി കണ്ടത്. കയ്യൊരു ഗ്ലാസ് മദ്യം കൊണ്ട് ഡാനി അവന്റെ അരികിലേക്ക് ചെന്നു. ശിവയ്ക്ക് നേരെ ഡാനി ഗ്ലാസ് നീട്ടിയത് ശിവ അത് വാങ്ങി ഒറ്റ വലിക്ക് മുഴുവൻ കുടിച്ചു. എന്താടാ നീ ഒഴിഞ്ഞു മാറിക്കുന്നത്? ഡാനി, നീ എനിക്ക് ആരാടാ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദ്യം? പറയടാ, നീ എനിക്ക് ആരാ? ഞാൻ നിന്റെ നൻപൻ, അതിലുപരി നിന്റെ എല്ലാമെല്ലാം. ശിവയ്ക്കൊരു കൂട്ടുണ്ടെങ്കിൽ അത് ഈ ഡാനി മാത്രമായിരിക്കും. ശിവ എവിടെയുണ്ടോ അവിടെ ഡാനി ഉണ്ടാവും. മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ഡാനി പറഞ്ഞെങ്കിൽ അവൻ മനസ്സറിഞ്ഞാണ് പറഞ്ഞു. ശിവ അവനെ നോക്കി കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ പെരുമാറ്റം കണ്ട് ഡാനി അമ്പരുന്നു. അവൻ ശിവയെ അടർത്തി മാറ്റി അവനെ ഉറ്റുനോക്കി. ഇനിയെങ്കിലും തുറന്നു പറ ശിവ, നീ അഞ്ജലിയെ സ്നേഹിക്കുന്നില്ലേ? എന്നോട് എന്തിനാ നീ മറച്ചു വെക്കുന്നത്? ശിവ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് തിരിഞ്ഞു. അത് കണ്ടത് ഡാനിക്ക് ദേഷ്യം വന്നു. അവൻ ശിവയുടെ മുന്നിലേക്ക് കയറിയിരുന്നു. നീ എന്തിനാണ് എന്നോട് മറച്ചു വെക്കുന്നത്? നിന്റെ ഡാനിയോട് പോലും പറയാൻ പറ്റാത്ത എന്താണ് നിന്റെ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ലടാ, പക്ഷെ വേണ്ട, നീ പോയൊരു ഗ്ലാസ് കൂടെ കൊണ്ടുപോവാ. ഞാൻ അറിയാൻ പാടാത്ത രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? മനസ്സിലായി? ഡാനി നിനക്ക് ആരുമില്ലെന്ന് മനസ്സിലായി. ഡാനി ദേഷ്യത്തിൽ പോവന്നു ശിവ അവന്റെ ചുമലിൽ കൈവച്ച് തടഞ്ഞു. അവന്റെ മുഖത്ത് നോക്കാതെ ശിവ ദൂരെ നോക്കി. അഞ്ജലിക്ക് ഈ റോഡിയോട് പ്രണയം തോന്നുന്ന മുമ്പേ അഞ്ജലിയോട് ഈ റോഡിക്ക് പ്രണയം തോന്നിയിട്ടുണ്ടാണ്. അവൾ എന്നെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന നിമിഷം അവൾ എന്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അന്നു മുതൽ അവൾ എന്റെ ഹൃദയത്തിലുണ്ട്. ശിവയുടെ വാക്കുകൾ കേട്ട് ഡാനി തരിച്ചിരുന്നു. അവൻ തിരിഞ്ഞ് ശിവയെ നോക്കി. അപ്പോഴും ശിവ ദൂരെ നോക്കി നിൽക്കുകയായിരുന്നു. തുടരും ഈ കഥ.